ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനുഷ്യരായ നമുക്ക് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയാണ് അങ്ങനെ ഒരു വല്ലാത്തൊരു പൂർണ്ണമല്ലാത്തൊരവസ്ഥ. നമ്മൾ പൂർണ്ണമല്ല, നമുക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, നമുക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, നമുക്ക് ആരൊക്കെയോ കാണാനുണ്ട്, നമുക്ക് എന്തൊക്കെയോ ആവശ്യമുണ്ട് എന്നുള്ളൊരു അസ്വസ്ഥമായൊരു ചിന്ത. എന്നാൽ അത് പറയാൻ ഒരാളെ നമുക്ക് വേണ്ടപ്പെട്ടവരാരെയും നമുക്ക് കിട്ടിയിട്ടും കാണില്ല. അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരവസ്ഥ. എന്നാലും ഒന്നും നടക്കുന്നില്ല. ഒരു സന്തോഷകരമായ അവസ്ഥയിലൂടെ അല്ലാതെ കടന്നു പോകുന്ന ആ സമയം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഹ്യൂമൻ ബീങ്സ് ആർ വയർഡ് ഫോർ കണക്ഷൻ എന്നാണ് സൈക്കോളജി പറയുന്നത്. എന്ന് വെച്ചാൽ ജന്മസിദ്ധമായി മനുഷ്യർ അങ്ങനെയാണ്. അവർക്ക് മറ്റു മനുഷ്യരുമായിട്ട് എപ്പോഴും ബന്ധം, കണക്ഷൻ വേണ്ട ഒരു ആവശ്യമുള്ള ഒരു ആളുകൾ തന്നെയാണ് മനുഷ്യർ. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ തന്നെ ചില ലൈഫിൽ ചില സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാനോ, നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള ആളുകൾ, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പടച്ച റബ്ബിനെ അപ്പോഴൊന്നല്ല, നമ്മളെപ്പോഴും ഓർക്കേണ്ടത് റബ്ബിനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള എപ്പോഴും ആളുകൾ. പക്ഷേ ഈ വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എങ്കിലും നമ്മൾ റബ്ബിനെ ഓർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആ ഒരു പൂർണ്ണതയ്ക്കുള്ള ഒരു അവസരം. ശരിക്കും മനുഷ്യരെപ്പോഴും പൂർണ്ണരൊന്നുമല്ല. റബ്ബ് എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏത് കാര്യത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ തന്നെയാണ്. മനുഷ്യനെപ്പോഴും കാമിലായ ഒരാളൊന്നുമല്ല. എപ്പോഴും മനുഷ്യർക്ക് അവരുടെ ഇമോഷണലായ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ തന്നെയാണ്. അവിടെയൊക്കെ നമുക്കൊരു പൂർണ്ണത എങ്ങനെ ഇത്തിരിയെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു വഴി റബ്ബിലേക്ക് എടുക്കുക, റബ്ബിനോട് തേടുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു തആല ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ എല്ലാം പറയേണ്ട ആവശ്യമില്ല. എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. നമ്മുടെ ഹൃദയത്തിലുള്ളത് പറഞ്ഞതും പറയാത്തതും എല്ലാം അറിയുന്ന ആളാണ്. പക്ഷെ മനുഷ്യരാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരോടും എല്ലാം പറയാൻ പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ചിലപ്പോൾ എല്ലാം മനസ്സിലായെന്നും വരില്ല. എല്ലാ മനുഷ്യർക്കും ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത് മറ്റേതെങ്കിലും നമ്മൾ വിചാരിക്കാത്ത വേറെ വലിയ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് വിഷമം വരും. പിന്നെ അത് പറയാൻ ചിലപ്പോൾ നമ്മൾ വേറെ ആരെങ്കിലും കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിലേറെയൊക്കെ ഏറ്റവും നല്ലത് വിഷമങ്ങൾ പറയുന്ന റബ്ബിനെ കാണുക, റബ്ബിനോട് തേടുക, റബ്ബിനെ അറിയുക, റബ്ബിനോട് പറയുക. അങ്ങനെ അത് മാത്രമാണ് നമുക്കുള്ളൊരു മാർഗം. പടച്ച റബ്ബ് നമ്മളൊരിക്കലും കൈ ഒഴിയാറില്ല. പടച്ച റബ്ബ് നമ്മളെ കൈ ഒഴിയില്ല. പടച്ച റബ്ബ് എപ്പോഴും തേടുന്ന, നമ്മുടെ കൈ നീട്ടുന്ന ഒരാളെ, അല്ലെങ്കിൽ റബ്ബിനോട് തേടുന്ന ഒരാളെ, റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ഒരാളെ പടച്ചവൻ ഒരിക്കലും കൈവടിയാറില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ എത്ര അടുക്കുന്നോ അതിനേക്കാൾ വേഗതയെ പടച്ച റബ്ബ് നമ്മളിലേക്ക് അടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമാണ് നമുക്ക് പൂർണ്ണത കൈവരിക്കാൻ പറ്റുക. റബ്ബിലേക്ക് ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. നമ്മുടെ വേദനയാണെങ്കിലും വിഷമങ്ങളാണെങ്കിലും നമ്മളുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും റബ്ബിലേക്ക് നമ്മൾ സമർപ്പിക്കുക, റബ്ബിനോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.